നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത്. അനിഴം നാളുകാർ വളരെ പതുങ്ങിയ സ്വഭാവക്കാരായിരിക്കും. വളരെ കുശാഗ്ര ബുദ്ധിയും കൗശല സ്വഭാവവുമുള്ളവരാണ് അനിഴം നാളുകാർ. തങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ നന്നായി പഠിച്ചു മനസ്സിലാക്കി ഓരോരുത്തർക്കും അനുസരിച്ച് പെരുമാറാനുള്ള കഴിവുണ്ടായിരിക്കും. എതിർക്കുന്നവരെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കി അനുനയിപ്പിക്കുവാനുള്ള കഴിവും അനിഴം നാളുകാർക്കുണ്ട്. പുറമേയുള്ള കാര്യങ്ങളിലൊന്നും കുലുങ്ങാതെ ഉറച്ച ലക്ഷ്യബോധത്തോടുകൂടി മുമ്പോട്ട് പോകുവാൻ അനിഴം നാളുകാർക്ക് കഴിയും. ഇപ്പോഴുള്ള സമയം പൊതുവെ അനുകൂലമാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും. പ്രവർത്തന രംഗത്ത് വളരെ ഗുണകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അത് സാധിക്കും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. IT മേഖലയിലും മറ്റ് സാങ്കേതിക രംഗത്തും ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായി മനസ്സിലാക്കാം. ജീവിതത്തിൽ വളരെ കാലമായുള്ള പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഗുണഫലങ്ങളും താമസിയാതെ കിട്ടിത്തുടങ്ങുന്നതാണ്. നിങ്ങളിൽ ചിലർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ കൂടുതൽ വിസ്തൃതിയും സൗകര്യങ്ങളുമുള്ള പുതിയ ഗൃഹം വാങ്ങിക്കുവാനുള്ള അവസരം കൈവരും. വസ്തുവാഹനാദികൾ പുതുതായിട്ട് നേടിയെടുക്കുവാനുള്ള അവസരം കൈവരും. ഏത് കാര്യത്തിലും അനുകൂലമായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു ഘട്ടവും കൂടിയാണ് ഇത്. സമ്പൂർണമായ സൂര്യരാശി പ്രശ്നം വച്ച് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുക. ജാതകത്തിൽ രാജയോഗങ്ങളുണ്ടെങ്കിൽ അത് പരിപൂർണതയിൽ വരുന്നതിനും അതിൽ നിന്നുള്ള മഹത്തായ സമ്പൽ സമൃദ്ധി ലഭിക്കുന്നതിനുമായി രാജഗോപാല യന്ത്രം ധരിക്കുക.